ഇഷ്ടായോ? അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല മൂന്നാമത് എങ്ങനെയാകും. ഇനി ഒന്നും പറയാനില്ല. ചോറുണ്ടാവുന്ന അതിലുള്ള ക്ലൂ ഉണ്ടായോ? ഫസ്റ്റും ടൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഇതാണ്. കാരണം ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്രയും നേരം അത് തള്ളിക്കൊണ്ടുപോകണം. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴേക്കും സമൂഹത്തിൽ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. പുള്ളി അവസാനം ഇതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഇതാണ്. പക്ഷെ എന്നിരുന്നാലും അവസാനം 4ലേക്കുള്ള ഒരു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ വെക്കുന്നുണ്ട്. നൈസ് മൂവി. ആ ലെവലില്ലെങ്കിലും അങ്ങനെ പറയുന്നില്ല. ജോസഫ് മാത്രമല്ല ലാലേട്ടന്റെ കരിയറിലെ മറ്റൊരു ഷോട്ട് കിട്ടണം. ആദ്യ പകുതിയേക്കാളും മികച്ചെന്ന് രണ്ടാം പകുതി. അതുപോലെ ലാസ്റ്റ് 30-25 മിനിറ്റുള്ള സീന പടം വേറെ ലെവലിലേക്ക് എത്തിക്കാൻ നല്ലൊരു കൈയടിച്ചിറങ്ങാൻ പറ്റുന്ന ക്ലൈമാക്സ്. ടൂവിനേക്കാളും ഗംഭീരമായിട്ട് തോന്നി. ബട്ട് വണ്ണാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദൃശ്യം 4 ഉണ്ടാവുമെന്ന് ഉറപ്പാണല്ലോ? അതറിയില്ല. അത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. നിങ്ങൾ സിനിമ എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് കാണുന്ന പടമാണ്. എന്തായാലും ഷോട്ടാണ്. അടുത്തൊരു വിജയം ഉറപ്പാണ്. അടുത്ത പാട്ട് വരാൻ മാത്രം ഉള്ളതുണ്ട് അതിൽ. അങ്ങനെ പറഞ്ഞു തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ബട്ട് ജോർജ് കുട്ടി അടുത്ത പാട്ട് എത്ര പാട്ട് വന്നാലും ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി ഏതറ്റം വരെയും ഇമോഷണൽ ഒന്നുമല്ല. ജോർജ് കുട്ടി പിടി കൊടുക്കത്തില്ല എന്നല്ല, ജോർജ് കുട്ടി കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളാണ് ജോർജ് കുട്ടി. ഓർന്നുള്ള കണ്ടന്റും നല്ല രസമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും അവസാനത്തേക്ക് ഭയങ്കര ഒരു സെന്റിമെന്റ്സ് സാധനം അങ്ങനത്തെ രീതിയിലാണ് പടം പോയിട്ടുള്ളത്. എനിക്ക് ജോർജ് കുട്ടി എന്ന ബ്രാൻഡ് നിലനിൽക്കേണ്ടതില്ല. കാരണം ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് പ്രത്യേകിച്ച് ഇമോഷൻസ് ആണ് കൂടുതൽ ഈ പടത്തില്. പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇമോഷണൽ ഡ്രാമ ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് പടം ത്രൂ ഔട്ട് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു അവസാനത്തേക്ക് ആവുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നില്ല നമുക്ക്. ദൃശ്യം ഫസ്റ്റിനും സെക്കൻഡിനെ ക്ലൈമാക്സിനാണ് നമുക്ക് മറ്റേ ഭയങ്കര ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിലും ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് പോലെ പോകുന്നുണ്ട് അവസാനത്തേക്ക്. പക്ഷെ ഏറ്റവും അവസാനം അതൊരു എന്താ എനിക്കിങ്ങനെ ശരിയായില്ല. കൊള്ളം അവിടെ നന്നായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ മാത്രമാണ്. ദൃശ്യത്തിന്റെ ഏറ്റവും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു സെന്റിമെന്റൽ മൂവി ആയിട്ടോ അവസാനത്തിൽ പടം തീരുന്നത്. പടം കിടിക്കൊന്നും പറയാനില്ല. ജിത്തുവിന്റെ ഏറ്റവും മികച്ച വർക്ക് അവസാനം ഞാൻ പറഞ്ഞല്ലോ. ആ അവസാനത്തെ ദിവസത്തിന്റെ 2 പടത്തിനേക്കാളും വളരെ വെച്ചത് മോഹൻലാൽ ഉണ്ടെങ്കിലേ ജിത്തു കൊള്ളൂ. അങ്ങനെ ഒരു കഴുത്ത് വന്നിരിക്കും കേട്ടോ. കലക്കി ഏറ്റവും ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. അടിപൊളി കിട്ടിക്ക് ഒന്നും പറയാനില്ല. വേറെ ലെവൽ.